മുഹമ്മദ് ബാദ്ഷാ സഖാഫി. ആ ബാദ്ഷാ സഖാഫി ഖതീബായിരുന്ന ഭീമാ പള്ളിയിലെ ഉറൂസിന്റെ രംഗം, ആ രംഗം കണ്ടോളൂ. സലഫി ഫെസ്റ്റും നിങ്ങളൊക്കെ ഒരുപോലെ കണ്ടോളൂ. കണ്ടോളൂ. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് മോരും മുതലും വെച്ച മാതിരിയാ പ്രകടനം. അവിടെ ഒരു പ്രശ്നമില്ല. സ്ത്രീ പള്ളിയിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ചു പോയാൽ ഫിത്ന, അത് ഹറാമ്. പള്ളി പ്രവേശനം നേർച്ചപ്പറമ്പിലോ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇത്താത്തമാരുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ഉള്ളിൽ കയറി നിന്ന് അണികളെ ശരിയാക്കി തൊടിയാണ്. അവിടെ ഒന്നും മുറിയുന്നില്ല, അവിടെ മറയില്ല, ഒരു പ്രശ്നവുമില്ല, അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് ഇസ്ലാമികപരമായ പള്ളിയിലേക്ക് ഉണ്ടായ പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഈ സമൂഹത്തില് ഈ രൂപത്തിൽ പുരോഹിതന്മാര് എഴുത്തിവെച്ച അപകടമെന്ന് നിങ്ങൾ കാണണം. കണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണത്. അവരുടെ ഡാൻസും പാട്ടും കൂത്തുകളും നേർച്ചപ്പറമ്പില് ഇനിയും കഴിഞ്ഞോ ഇല്ല, വീണ്ടും നമുക്ക് കാണാം. ആണും പെണ്ണും കൂടിക്കലർന്ന്, ആണും പെണ്ണും കൂടിക്കലർന്ന് അവിടെ ബർക്കത്തിന്റെ പഴമെടുക്കാൻ വേണ്ടി ഈ പള്ളി പരിസരത്തുള്ള ആ ഭീമാ പള്ളിയുടെ പരിസരത്ത് ജാറത്തിലേക്ക് വന്ന് ഈ രൂപത്തിൽ തക്ബീറുകൾ ധ്വനികൾ മുഴക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ആണും പെണ്ണും കൈകൊണ്ട് ഉയർത്തി അവിടെ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടുവരുന്നതാരാ? അമുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരല്ല, അവരുടെ ആചാരങ്ങളല്ല. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ ഈ പുരോഹിതവർഗം ഫത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, സഖാഫികൾ അവിടെ നേതൃത്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളും അവിടെയുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളുമാണ്. എന്നിട്ട് ഇതിനൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച് പകരം സലഫി ഫെസ്റ്റ് ഇട്ട് ജിന്നുപിശാചിനെ പിടിച്ച് ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഈ സമൂഹത്തിലെ ശിർക്കിന്റെ പൂജകന്മാരാണ്. നിങ്ങൾ ഈ സമൂഹത്തില് ഈ രൂപത്തില് അജ്ഞരായ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ അനൈക്യവും ഉണ്ടായി. 924 സ്ഥാപിക്കപ്പെട്ട ജംഇഅത്തുൽ ഉലമാ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന തൗഹീദ് പ്രസ്ഥാനത്തിൽ നിന്ന് 26 സമസ്ത എന്ന വാല് ചേർത്ത് ആദ്യമായി പിളർന്നത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ മനുഷ്യജാലിക എന്ന ക്യാമ്പയിൻ വെച്ചിട്ടോ പൈതൃകത്തിലേക്ക് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് എന്ന ക്യാമ്പയിൻ വെച്ചതുകൊണ്ടോ കാര്യമില്ല. സ്വന്തം വിഭാഗത്തിൽ പോലും ഫിത്നയും കുഴപ്പങ്ങളും സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കി മുറിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് ഞാൻ ഇവിടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സന്മാർഗം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി